ഹലോ, വിപിനാണ്. അവിയൽ പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വീടുകളിലെ ഗാർഡൻ കാണുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ പല ഓഫീസുകളിലും അതുപോലെ റെസ്റ്റോറൻറ്റൊക്കെ ചെല്ലുമ്പോഴേ അവിടുത്തെ ഗാർഡനിലും അതിലൊക്കെ നല്ല പച്ചപ്പ് നിൽക്കണം കണ്ടിട്ടുണ്ടാവില്ലേ? അത് കാണുന്നത് നല്ല രസമാണല്ലോ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി മിക്ക ആളുകളും ഒരുപാട് കാശ് മുടക്കാറുണ്ട്. എന്നാൽ ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ നമ്മുടെ വീട്ടിലെ ഗാർഡനിലും അടിപൊളിയായിട്ട് ഈ ഒരു പച്ചപ്പ് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിന് ചുറ്റും അതുപോലെ തന്നെ മതിലിൻ്റെ സൈഡിലും കിണറിൻ്റെ ഭാഗത്തൊക്കെ കാണുന്ന ഫേൺസ് ഉണ്ടല്ലോ, പന്നൽ ചെടി. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഗാർഡനിൽ ഈ പച്ചപ്പ് കൊണ്ടുവരാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഫേൺ കളക്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഫേൺ കളക്ട് ചെയ്യാൻ പോകുന്നതിന് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഫേൺ നമ്പർ 1. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിന്, പ്രത്യേകിച്ച് മതിലിൻ്റെ ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്ന ഫേണാണിത്. ഈ ഫേൺസ് പറിച്ചെടുക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ പതുക്കെ കത്തി ഉപയോഗിച്ചോ മറ്റോ മണ്ണടക്കം എടുക്കാൻ ശ്രദ്ധിക്കണം. പിടിക്കുമ്പോൾ പതിയെ പിടിക്കുകയും വേണം കേട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇതിന് വേര് താഴേക്ക് അധികം പടരാത്തതുകൊണ്ട് തന്നെ ഏതുതരം പോട്ടിൽ നമുക്ക് വയ്ക്കുന്നതിലൊന്നും പ്രശ്നമില്ല. ഈ ഇലയുടെ പുറകിൽ കാണുന്നില്ലേ കറുത്ത നിറത്തിൽ, ഇതിൻ്റെ സീഡാണ്, വിത്താണ്. നമുക്കിത് ഉണക്കിയിട്ട് പിന്നീട് ഉപയോഗിക്കാനും പറ്റും. ഇത് ഫേൺ നമ്പർ 2. ഈ ചെടിയുടെ ലീഫ് നമ്മൾ ആദ്യം കണ്ട ഫേണിനേക്കാളുള്ള കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ കളറാണ്. മഴക്കാലത്ത് തന്നെയാണ് ഈ ഫേൺ ഉണ്ടാവാറുള്ളത്. ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ നടുന്നതെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് 3ാമത്തെ ഫേണ്. പണ്ടേ ചോറും കൂട്ടാനും കളിക്കുന്ന സമയത്തൊക്കെ തേങ്ങാപ്പീര എന്നായിരുന്നു ഞങ്ങളിതിനെ പറഞ്ഞിരുന്നത്. മറ്റു ഫേൺസിനെ അപേക്ഷിച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചെടിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം പറിക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഫേൺ ഇങ്ങനെ ഈ കാണുന്ന പോലെ ഒരുപാട് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. ഇത് ഫേൺ നമ്പർ 4. മറ്റു ഫേൺസിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫേണാണ് കേട്ടോ. അത് വള്ളി പോലെ പടർന്നു പോകുന്ന ഒന്നാണ്. ഇതിൻ്റെതായിട്ടുള്ള ഒരു നാച്ചുറൽ അറ്റ്മോസ്ഫിയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ വലിയ വള്ളിയായിട്ട് തന്നെ പടരാൻ വേണ്ടി പറ്റും. ഇത് ഫേൺ അല്ല കേട്ടോ. നമ്മൾ പണ്ട് സ്ലേറ്റ് മായ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന വെള്ളത്തണ്ടില്ലേ, മഷിത്തണ്ട്. ഇതൊന്ന് കണ്ടപ്പോൾ ഒന്ന് വെച്ച് നോക്കാൻ വിചാരിച്ച് പറിച്ചതാണ്. മഴക്കാലത്താണ് സാധാരണ ഈ കാണുന്ന പോലെ കൂടുതൽ ഈ ചെടി ഉണ്ടാവാറുള്ളത്. ഇത് ഫേൺ നമ്പർ 5. നമുക്ക് ഒരുപാട് കാലം കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫേണാണ്. ഇതൊരു ഗ്രൂപ്പായിട്ടാണ് നടന്നതെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഫേൺ പറിക്കുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് ഇതിനെടുക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഫേൺ നമ്പർ 6. ഒരു ഗ്രൂപ്പായിട്ടാണ് വെക്കുന്നതെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. നമ്മൾ ആദ്യം കണ്ട ഫേണില്ലേ, അതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ ഇലയുടെ അടിയിലും വിത്തുണ്ട്. അത് ഉണക്കിയെടുത്താൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം വളർന്നു വലുതാവുന്നൊരു ഫേണാണ്. ഇത് ഫേൺ നമ്പർ 7. ഈ കണ്ട ഫേൺസിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയ ഫേണാണിത്. നിങ്ങൾ കണ്ടില്ലേ, ഗ്രൂപ്പായി നിൽക്കുമ്പോൾ എന്തൊരു ഭംഗിയാണത് കാണാനെന്ന്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതും പറിച്ചെടുക്കാൻ. ഇത് 8ാമത്തെ ഫേൺ.
നമ്മൾ മുൻപ് രണ്ടാമത് കണ്ടൊരു ഫേണില്ലേ, അതിനെപ്പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെടിയാണ്, വളരെ ചെറിയ ഇലകളാണിതിന്. ശ്രദ്ധിച്ച് വേണം ഇതും പറിച്ചെടുക്കാൻ. ഒരു ഗ്രൂപ്പായിട്ടാണ് നടുന്നതെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് 9ാമത്തെ ഫേൺ. സാധാരണയായിട്ട് മരങ്ങളിലൊക്കെയാണ് ഈ ഫേൺ കാണാറുള്ളത്. തെങ്ങിലും മറ്റൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒന്നാണ്. ചകിരിത്തൊണ്ടിലാട്ടോ ഇത് നമുക്കൊന്നുകൂടി വളർത്താൻ നല്ലത്. ഇത് ഫേൺ നമ്പർ 10. നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഫേണാണിത്. കുട്ടികളായിരുന്ന സമയത്തെ ഇതിൻ്റെ ഇലയെടുത്ത് കയ്യിൽ വെച്ച് ടാറ്റു അടിച്ചത് ഓർമ്മയില്ലേ? ഈ ഇലയുടെ പുറകിലെ പൊടി കയ്യിലാക്കിയിട്ട്. അപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് പൊടിയൊക്കെ പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ടാറ്റു വന്നില്ല, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ ഫേൺസൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഗാർഡൻ സെറ്റ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഫേൺസിൻ്റെ വേരധികം താഴേക്ക് പോകാത്തതുകൊണ്ട് ഇത് പ്ലാന്റ് ചെയ്യാനുള്ള പോട്ട് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ചിരട്ടയിലും അതുപോലെ ചകിരിത്തൊണ്ടിലും മുളയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് തന്നെ സ്പ്രേ ഉപയോഗിച്ചിട്ട് എന്നും 2 നേരം നല്ലപോലെ നനച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതായി കാണുന്ന പോലെ നല്ല പച്ചപ്പോടെ തന്നെ ഈ ചെടികൾ ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഒരു പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ ഗാർഡനിലും പച്ചപ്പ് എങ്ങനെ കൊണ്ടുവരാമെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മഴക്കാലമാണ്. ഫേൺസൊക്കെ പറിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം. പാമ്പും എഴുജന്തുക്കളൊക്കെ ഉണ്ടാകും, പഴുതാരയൊക്കെ ഉണ്ടാകും. മാത്രമല്ല ഈ ചൊറിയണം എന്ന് പറഞ്ഞ ചെടിയില്ലേ, അതൊക്കെ നല്ലപോലെ വളർന്ന സമയം കൂടിയാണ്. അപ്പോൾ ചൊറിയാനും സാധ്യത ഏറെ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ മനോഹരമായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് വളരെ വേഗം കാണാം. ബൈ.